തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്കുണ്ടായ മുന്നേറ്റം അപ്രതീക്ഷിതം എന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തവണ അവർ പ്രതിപക്ഷത്ത് ആയിരുന്നു, പ്രധാന പ്രതിപക്ഷം അവരായിരുന്നു. 30-35 സീറ്റ്, 34 സീറ്റ് അവർക്കുണ്ടായിരുന്നു. LDF അവിടെ കൃത്യമായ ഭൂരിപക്ഷത്തോടെ, കേവല ഭൂരിപക്ഷത്തോടെ അവിടെ ഭരിച്ചിരുന്നു. UDF വളരെ 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 പിന്നിലായിരുന്നു. 10 സീറ്റാണ് ഉണ്ടായിരുന്നത്, അത് 2 വാർഡ് ഇല്ലാതായി. എന്ന് പറഞ്ഞാൽ 8 കൗൺസിലർമാരെ പ്രാക്ടിക്കലി UDFനുണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം, ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു വൈകാരികതയുണ്ട്, ഒരു രാഷ്ട്രീയ വികാരം. ആ രാഷ്ട്രീയ വികാരം ഒന്ന് ആൻറ്റി ഇൻകംബൻസി അല്ലെങ്കിൽ പ്രോ ഇൻകംബൻസി. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം നേരിട്ട് കാണുന്ന ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തുകാർക്ക് കാണാം. 2, തിരുവനന്തപുരം നഗരസഭാ ഭരണം. ഈ 2 വിഷയങ്ങളും വളരെ വളരെ നെഗറ്റീവായിട്ട് LDFനെ ബാധിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, LDFന്റെ മേയറെ കാണാനില്ല. 5 കൊല്ലം മേയറായിരുന്ന ഒരാൾ നേരിട്ട് വന്ന് തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കുന്നില്ല അവിടെ. ഇതന്നെ ഒരു പരാജയം സമ്മതിക്കലാണ്. നിങ്ങളുടെ ഭരണം പരാജയമായിരുന്നു സമ്മതിക്കലാണ്. ആ മേയർ കാട്ടിക്കുട്ടിയ കോപ്രായങ്ങൾ, അവരെ പാർട്ടി സെക്രട്ടറിക്ക് കത്തെഴുതുന്നു, ആളുകളെ ജോലിക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞിട്ട് വഴിയിൽ നിന്ന് വണ്ടി തടയുന്നു, ആമയഴഞ്ചാൻ തോട് പോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJP നേതാവ് അവതരിപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടുകൾ, അങ്ങനെ നിരവധി അഴിമതികൾ, നിരവധി കൊള്ളരുതായികകൾ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അത് നടത്തിയ മേയറെ അവർ പിൻവലിക്കുന്നു. മേയറെ അവിടെ നിർത്തുന്നില്ല. മാത്രമല്ല, മേയർ ആകെ ചെയ്തൊരു പണി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിപ്പിക്കലാണ്. മുട്ടടയിൽ അവരുടെ വോട്ടില്ലാണ്ടാക്കി അവർ തിരിച്ച് ഹൈക്കോടതിയിൽ വന്നു, അവർ ജയിച്ചു. ഇപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം. CPMന്റെ ഒരു ഉറച്ച സീറ്റ് നഷ്ടപ്പെടുത്തി ആർത്തി. അങ്ങനെയുള്ള ഒരു മേയർ, ഒരു ഭരണം, തങ്ങൾ തന്നെ മോശമായി എന്ന് കരുതുന്ന ഒരു ഭരണത്തിനെതിരായി ആരാണ് ശക്തമായി അവിടെ ഭരണത്തെ തിരുത്താൻ അല്ലെങ്കിൽ അവരെ പുറത്താക്കാൻ ആരാണ് കൂട്ടുനിൽക്കുക? ആർക്കാണ് അതിന് ശേഷിയുള്ളത്? കോൺഗ്രസ് വലിയ തോതിൽ ഞങ്ങൾ വലിയ ശക്തിയാണ്, ഞങ്ങൾക്ക് എന്താ പറയുക, നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു, നല്ല മേയർ സ്ഥാനാർത്ഥിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും തിരുവനന്തപുരത്ത് സംഘടനാപരമായി കോൺഗ്രസ് വളരെ ദുർബലമാണ്. അവർക്ക് അത്ര വലിയ, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ആൻറ്റി LDF വോട്ട് പോയത് BJPക്കാണ്. അതാണ് കാര്യം. അപ്പോൾ BJP ആണ് ഇപ്പോൾ അവിടെ മേയറായി വരാൻ സാധ്യതയുള്ളത്. ശബരിനാഥ് മേയറാവുന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ശബരിനാഥിന് 51 സീറ്റ് കിട്ടുന്നത്, 10 സീറ്റിൽ നിന്ന് 51 സീറ്റിലേക്ക് എന്നുള്ളത് വലിയ അത്ഭുതങ്ങൾ വേണം. നേരെ മറിച്ച് BJP അതല്ല. അവർ വളരെ യന്ത്രം പോലെ പ്രവർത്തിച്ചൊരു സംഘടനാ ശേഷി അവർക്കുണ്ട്. ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടായി. അതിനൊക്കെ മറികടക്കുന്ന തരത്തിൽ അവരുടെ ഒരു സംഘപരിവാർ സംഘടനാ സംവിധാനമുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു പുതിയ മുഖം, ഒന്ന് പ്രൊഫഷണലാണ് എന്നൊക്കെ പറയുന്ന മധ്യവർഗത്തിന് സ്വീകാര്യമാവുന്ന തരത്തിലുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തെ പ്രസന്റ് ചെയ്തപ്പോൾ അദ്ദേഹം നിയമമണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറയുന്നു, ഞാനിവിടെ ഉണ്ടാവുമെന്ന് പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വരുമെന്ന് പറയുന്നു. ഇതൊക്കെ തൃശ്ശൂർ സുരേഷ് ഗോപി പറഞ്ഞ മാതിരിയാവാനാണ് സാധ്യത അവസാനം വരുമ്പോൾ. അതുപോട്ടെ. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF പോകണമെന്ന് തീരുമാനിച്ചാൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യം വരുമ്പോൾ അത് BJPക്കാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് അവരുടെ സംഘടനാ മിഷനറി, പ്രചരണ രീതി, അവർ കോർപ്പറേഷനെതിരെ നടത്തിയ സമരങ്ങൾ എല്ലാം അവരെ പ്രധാന പ്രതിപക്ഷമാക്കി. കോൺഗ്രസ് അവിടെ പിന്നിലേ നിന്നുള്ളൂ. ഇത് BJPക്ക് വലിയ തോതിലുള്ള ഒരു വളർച്ച ഉണ്ടാക്കി. രണ്ടാമത്തെ കാര്യം, LDFന് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവരൊരു പ്രോ ഹിന്ദുത്വ കളിച്ചു. ജമാഅത്തെ ഇസ്ലാമിയാണ് കുഴപ്പം, മറ്റേതാണ് കുഴപ്പം, അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി. പോയ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. ദയനീയമായി പരാജയപ്പെട്ടു. കാരണം കോൺഗ്രസ് വടക്കേ ഇന്ത്യയിൽ പലപ്പോഴും പരാജയപ്പെട്ട ഒരു നയമുണ്ട്, മൃദു ഹിന്ദുത്വ. ഇടതുപക്ഷം തന്നെ അതിനെ പലവട്ടം വിമർശിച്ചിട്ടുണ്ട്, മൃദു ഹിന്ദുത്വത്തിന്. ഇവിടെ എന്താ ചെയ്തത്? മൃദു ഹിന്ദുത്വ എന്ന നിലപാട് LDF എടുക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി മൃദു ഹിന്ദുത്വ നിലപാടിൽ, എന്തിനാണ് മൃദു ഹിന്ദുത്വം? BJP ശക്തമായിട്ട് നിങ്ങൾ എന്തിനാണ് മൃദു ഹിന്ദുത്വം എടുക്കണേ? നിങ്ങൾക്ക് ശരിക്കുള്ള ഹിന്ദുത്വത്തിലേക്ക് പോയിക്കൂടെ? കൂടുതൽ ഓർഗനൈസ്ഡ് ആണ്. എന്തായാലും LDF വരരുത് എന്ന് തീരുമാനിച്ച മഹാഭൂരിപക്ഷം, അങ്ങനെയാണെങ്കിൽ BJP വന്നോട്ടെ എന്ന് തീരുമാനിക്കും. എന്നിട്ടും കോൺഗ്രസ് ഏതാണ്ട് അവരുടെ സീറ്റ് ഇരട്ടിച്ചു. അത് നമ്മൾ കാണണം. കോൺഗ്രസിനും സീറ്റ് കൂടുതൽ കിട്ടി, BJPക്കും കൂടുതൽ കിട്ടി. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പലതും LDF തകർന്നുപോയി. അതിന് കാരണം ഇതാണ്. അങ്ങനെ വരുമ്പോൾ
CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഇതുവരെ എടുത്ത നയങ്ങൾ ശരിയാണോ, മേയറുടെ ഭരണം ശരിയാണോ? കാരണം തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ എത്രയോ കൊല്ലങ്ങളായിട്ട് അവിടെ വേറൊരു പാർട്ടി വന്നിട്ടില്ല ഭരണത്തിൽ. അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുറെ കാലം ഒരു പാർട്ടി ഭരിച്ചു കഴിയുമ്പോൾ അവർക്കെതിരായിട്ടൊരു വികാരം ഉണ്ടാവും. പിന്നെ മറ്റൊരു പ്രധാന ഘടകം LDF ചെയ്ത ഒരു ചതിയുണ്ട് അവിടുത്തെ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട്. തീരദേശ ഡിവിഷനുകളിൽ വോട്ടർമാരുടെ എണ്ണം വളരെ കൂടുതൽ, നഗര വോട്ടർമാരുടെ ഒരു ഡിവിഷനിലെ എണ്ണം വളരെ കുറവാണ്. 12,000 വോട്ടുള്ള ഡിവിഷനുണ്ട് തിരുവനന്തപുരത്ത്, 2,500 വോട്ടുള്ള ഡിവിഷനുണ്ട്. എന്ന് പറഞ്ഞാൽ 6 കൗൺസിലർമാരെ തിരഞ്ഞെടുക്കാൻ യോഗ്യതയുള്ള 12,000 ഉള്ള ഡിവിഷൻ, പ്രത്യേകിച്ചും തീരദേശ മേഖല. എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ആ തീരദേശ മേഖല കോൺഗ്രസിന് അനുകൂലമാണ് പൊതുവെ. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ സീറ്റ് കുറയ്ക്കുക, UDF-ന്റെ സീറ്റ് കുറയ്ക്കുക, അപ്പോൾ ഞങ്ങൾക്ക് കയറാം എന്ന് പറയുന്ന തരത്തിൽ അതിലും കുറച്ച് കളിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന വഴി BJP സോഫ്റ്റാണ്, BJP-യോട് ഞങ്ങൾ എന്നൊരു തോന്നൽ തിരുവനന്തപുരത്ത് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി ഒരുപക്ഷെ CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരെ, പ്രത്യേകിച്ചും ശബരിമല പോലെയുള്ളൊരു വിഷയത്തിൽ, ശബരിമല പോലെയുള്ളൊരു വിഷയം വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയായതാണ്. 2 പ്രമുഖ നേതാക്കൾ ജയിലിലാണ്. ഏത് സമയവും മറ്റൊരു ഏതെങ്കിലും ഒരു പഴയ മന്ത്രി അടക്കം ജയിലിൽ പോകുമെന്നുള്ള ഊഹങ്ങളുണ്ട്. കടകംപള്ളി സുരേന്ദ്രനൊക്കെ അവിടുത്തെ പ്രധാന പ്രചാരകനാണ്. അപ്പം ഇതൊക്കെ വലിയ തോതിൽ ഇവരെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും നേരിടാൻ LDF-ന് പറ്റില്ല. LDF പറഞ്ഞ ന്യായങ്ങളൊന്നും, ക്യാപ്സുകളൊന്നും ഏറ്റില്ല. ഉദാഹരണത്തിന് ശബരിമല ഞങ്ങളല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തേ? എപ്പോൾ അറസ്റ്റ് ചെയ്തു? ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള പുറത്തു വരില്ലായിരുന്നു എന്ന് സാമാന്യം തലയ്ക്ക് വെളിവുള്ളവർക്ക് മുഴുവൻ അറിയാം. അപ്പൊ ശബരിമലയിൽ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ആളുകൾ അയ്യപ്പ സംഗമം നടത്തുകയോ സോഫ്റ്റ് ഹിന്ദുത്വം പറയുകയോ ചെയ്താൽ ആളുകൾ അത് മുഖവിലയ്ക്ക് എടുത്തുകൊള്ളണമെന്നില്ല. അതിൻ്റെ അഡ്വാൻറ്റേജ് അത് അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും CPM-ന്റെ സോഫ്റ്റ് ഹിന്ദുത്വയുടെ ഗുണം കിട്ടിയത് BJP-ക്കാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് പല സ്ഥലങ്ങളിൽ. അതുകൊണ്ട് തിരുവനന്തപുരം ഈ പറഞ്ഞ നേട്ടമൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ BJP-ക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിക്കണേ ഇല്ല. കാരണം അവർക്ക് അങ്ങനെയൊന്നുള്ള സംവിധാനമില്ല. ഇനിയിപ്പോൾ അവരുടെ തന്നെ ആര് മേയറായി വരും തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും താൽക്കാലികമായി മുമ്പ് നേമത്ത് രാജഗോപാൽ ജയിച്ചതുപോലെ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതുപോലെ ഒരു ജയം അവർക്കുണ്ടായി. അതിൽ അവർക്ക് അഭിമാനിക്കാം. LDF അവരുടെ നിലപാട് തിരുത്തിയില്ല എങ്കിൽ ഇനിയും അവർ പുറകോട്ട് പോകാനാണ് സാധ്യത.